ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നോർത്തേൺ അടുക്കളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് പീച്ചങ്ങ അല്ലെങ്കിൽ ഇവിടെയൊക്കെ തോറി അല്ലെങ്കിൽ ജിങ്ക ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു വെജിറ്റബിൾ കൊണ്ടുണ്ടാക്കിയ ഒരു ഹെയർ ഓയിലുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് തീർച്ചയായും അകാല നര അല്ലെങ്കിൽ പുതിയ നര വരുന്നതിനെ നന്നായി പരിഹാരം അല്ലെങ്കിൽ നല്ല ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു എണ്ണയാണ്. അപ്പോൾ എണ്ണയുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. നിങ്ങൾ എന്നോട് കാണിക്കുന്ന ഒരു സ്നേഹമാണ് ഒരു സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ എന്നാക്കി കൊടുക്കുകയും വേണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് പീച്ചങ്ങ. നാട്ടിൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഇലക്ട്രിക് പോസ്റ്റിലൊക്കെ ചുറ്റി അങ്ങനെ കിടക്കുന്നുണ്ട്, റോഡരിവിലുണ്ട്. ഇത് പീച്ചങ്ങ കൃഷി ചെയ്ത് വളർത്തുന്നവരുണ്ട്. അങ്ങനെ നാട്ടിലും ഇവിടെയും എല്ലാം സുലഭമായി കിട്ടുന്ന ഒന്നാണ് പീച്ചങ്ങ. ഇത് കഴിക്കാൻ മാത്രമല്ല നല്ലൊരു പച്ചക്കറിയാണ്. അതുകൊണ്ട് ഇതിൻ്റെ അവസാനം ഇതിൻ്റെ ഒരു കറിയുടെ റെസിപ്പി ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം എണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനെ ആദ്യം നന്നായിട്ടൊന്ന് കഴുകി ആ വെള്ളമയം എല്ലാം ഒന്ന് ഒരു തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിന് തൊലിയൊന്നും ചെത്തണ്ട. ഇതിനെ മുകളറ്റവും താഴറ്റവും ഒന്ന് ചെത്തിയതിന് ശേഷം ഇതേപോലെ ഒന്ന് മുറിച്ച് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം. ഇതിൻ്റെ അകവശം ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഒരുപാട് മുറ്റാത്തത് എടുത്താൽ പറ്റി, അധികം അങ്ങ് മുറ്റിയത് എടുക്കണ്ട. അതിനുശേഷം ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം. തൊലി മാറ്റണമെന്നില്ല, തൊലിയോട് കൂടി തന്നെയാണ് അരിയേണ്ടുന്നത്. ഇങ്ങനെ അരിഞ്ഞെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ഒന്നും ഒഴിക്കേണ്ട. വെള്ളം ഒഴിക്കാതെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ജലാംശമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നന്നായി അരിഞ്ഞു വന്നോളും. ഈ ഒരു പരുവമായിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഒന്ന് കറക്കുമ്പോൾ തന്നെ അപ്പടി ആയിക്കോളും. അതിനുശേഷം നമുക്ക് വീണ്ടും ഇതിനെ ഒന്ന് അരച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും എല്ലാവർക്കും അറിയാം, മുടിയുടെ ആരോഗ്യത്തിനും മുടി കറുക്കാനും കറുപ്പ് ഉള്ള മുടി കാത്തു സൂക്ഷിക്കാനും ഒക്കെ നല്ലതാണ് കറിവേപ്പില. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ കറിവേപ്പില സൂക്ഷിക്കുന്നത് എങ്ങനെയാണ്, എന്തെങ്കിലും ഒരു ഡബ്ബയിൽ ഇതേപോലെ കറിവേപ്പില ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് മേളിൽ ഒരു നനഞ്ഞ ടിഷ്യൂ ഇട്ട് വെച്ചിരുന്നാൽ മതി. അപ്പം നമ്മൾ കറിവേപ്പിലയും കൂടെ അതിൻ്റെ ഇതളുകൾ മാറ്റി ഒരു പിടി കറിവേപ്പില ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതും ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. അപ്പം കറിവേപ്പില ചേർക്കാൻ താല്പര്യമില്ലാത്തവർ ഹിബിസ്കസ് പൗഡർ കിട്ടും, അത് ഇതിനോടൊപ്പം ഇട്ട് അരച്ചെടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഇൻഡിഗോ പൗഡർ ചേർത്തിട്ടും അരച്ചെടുക്കാം. ഏതായാലും നമ്മൾ അരച്ചെടുത്ത മിശ്രിതം ഇനി കാച്ചാൻ പോവുകയാണ്. ഒരു ഇരുമ്പ് ചീനിച്ചട്ടി ഉപയോഗിക്കുന്നതാണ് ഇതുപോലെ എണ്ണ കാച്ചാൻ ഏറ്റവും നല്ലത്. അതിനുശേഷം ചീനിച്ചട്ടി നന്നായി ചൂടായതിന് ശേഷം മാത്രം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ആ എണ്ണയിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരുന്ന മിശ്രിതവും ചേർത്തു. സ്റ്റൗവിൻ്റെ ഏറ്റവും ഫ്ലെയിം എങ്ങനെ താഴ്ത്തി വയ്ക്കാമോ അതുപോലെ താഴ്ത്തി വയ്ക്കുക. ഒട്ടും തന്നെ എണ്ണ മൂത്ത് പാകപ്പെടുന്നത് വരെ ഫ്ലെയിം താഴ്ത്തി തന്നെ വെച്ചേക്കണം. പെട്ടെന്ന് ജോലി തീർത്തിട്ട് അത് ഫ്ലെയിം കൂട്ടി എണ്ണ തിളപ്പിക്കാൻ ശ്രമിക്കരുത്. ചീനിച്ചട്ടി ചൂടാവുന്നത് വരെ മാത്രം മതി ഫ്ലെയിം കൂട്ടി വെച്ചേക്കുന്നത്. ചീനിച്ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഏറ്റവും സിമ്മിലിടുക, ഇതുപോലെ ഇളക്കി കൊടുക്കുക. അതുകൊണ്ട് തന്നെ കുറച്ച് സമയമെടുക്കും. എനിക്കൊരു 30 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലെയിമിൻ്റെയും നമ്മുടെ ചീനിച്ചട്ടിയുടെ ചൂടിൻ്റെയും അനുസരിച്ച് ചിലപ്പം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. എനിക്കൊരു 30 മിനിറ്റ് സമയമെടുത്തു എണ്ണ മൂത്ത് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ ഫ്ലെയിം താഴ്ത്തി വെച്ച് ഇപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നോക്കിക്കേ, അത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളതെല്ലാം എണ്ണയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇളക്കിക്കൊണ്ടേയിരിക്കണം. എന്ന് വെച്ചാൽ കൈ എടുക്കാതെ ഇളക്കണമെന്നല്ല, ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അതിങ്ങനെ ഒരു ഭാഗത്ത് തന്നെ കിടന്ന് ചീനിച്ചട്ടിയിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ മാത്രമല്ല, ഇത് നന്നായിട്ട് പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. ഇത് വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ള ഒരു വെജിറ്റബിളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നീളത്തിലുള്ള ഒരു തവിയാണ് എടുത്തിട്ടുള്ളത്. വെന്ത് എണ്ണ നല്ല പാകമാവുന്നത് വരെ നീളത്തിലുള്ള ഒരു തവി എടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇത് അതിൻ്റെ കളറ് മാറിയത് നോക്കിക്കേ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം എണ്ണ നല്ല വെന്ത് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്തിട്ടുള്ള പീച്ചങ്ങയുടെ മിശ്രിതം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും ഒരു 5 മിനിറ്റ് ശേഷമുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പം വീണ്ടും ആ എണ്ണയുടെ കളറ് ചേഞ്ചായി വരുന്നത് കാണാം. ഇപ്പോൾ എണ്ണ ഏകദേശമൊക്കെ മൂത്തിട്ടുണ്ട്.
ഇത് ഉപയോഗിക്കേണ്ടുന്നത് അകാല നര അല്ലെങ്കിൽ നമ്മൾ നരയ്ക്കാനുള്ള പ്രായമാകുന്നതിന് മുമ്പേ ഒരു 10 വയസ്സുള്ള കുട്ടികൾക്ക് വരെ ഇപ്പോൾ നരയുടെ പ്രശ്നമുണ്ട്. അങ്ങനെയുള്ള നരയ്ക്കാണ് ഇത് ഉപയോഗിച്ചാൽ നല്ല ഫലം കിട്ടുന്നത്. അല്ലെങ്കിൽ നേരത്തെ നരച്ച മുടി, റൂട്ട് മുതൽ അറ്റം വരെ നരച്ച മുടി ഇത് ഉപയോഗിച്ച് കറുക്കുമെന്നല്ല പറഞ്ഞത്. പുതിയതായിട്ട് വരുന്ന നര തീർച്ചയായിട്ടും അത് കറുത്ത് പഴയ ബ്ലാക്ക് തിരിച്ചു വരുന്നതായിരിക്കും. അതുപോലെ പെട്ടെന്നുള്ള ഈ അകാല നര അല്ലെങ്കിൽ ബാലനര എന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മുടെ എണ്ണ മൂത്തു. ഞാനിപ്പോൾ ഒരു സ്റ്റീൽ തവി ഉപയോഗിച്ചിട്ടൊന്ന് കോരി കാണിക്കുന്നുണ്ട് എണ്ണയുടെ കളറ്. എണ്ണ മൂത്ത് വരുമ്പോൾ ആ വലിയ ബബിൾസ് പതയൊക്കെ ഒന്ന് അടഞ്ഞ് ഇതേപോലെ എണ്ണയൊന്ന് ശാന്തമാവും. ഈ സമയം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുടി നരയ്ക്കാൻ തുടങ്ങുമ്പോഴേ നമ്മൾ ആദ്യമേ ഒന്ന് ഹെയർ ഡൈ ഉപയോഗിച്ച് തുടങ്ങരുത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഡൈ ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ നരയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിവിധികൾ ആണ് ഏറ്റവും നന്നായിട്ട് മുടിയെ സംരക്ഷിക്കാൻ നല്ലത്. അപ്പം ആറിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം ഒരു ബോട്ടിലടച്ച് സൂക്ഷിക്കാവുന്നതാണ്. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഇത് തേച്ച് ഒരു 2-3 മണിക്കൂർ നിന്നതിന് ശേഷം ഷാമ്പു ഉപയോഗിച്ചിട്ട് മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഷാമ്പു ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാം. ഇത് തുടർച്ചയായിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കൂ. തീർച്ചയായും നരച്ച മുടി തിരിച്ച് ബ്ലാക്ക് കളറിൽ വന്നിരിക്കും. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ കാച്ചിയാൽ മതി. അതിനുശേഷം വീണ്ടും ഉപയോഗിക്കാം. ഇത് ഒരുപാട് ഉപയോഗിക്കേണ്ടെന്ന് ആവശ്യമില്ലല്ലോ. പിന്നെ ഇതുപോലെ നരച്ച മുടിക്ക് കറുപ്പാക്കുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ പച്ചക്കറി കഴിക്കാനും വളരെ ടേസ്റ്റാണ്. ചപ്പാത്തിയോടൊപ്പം അതുപോലെ ചോറിനൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല കറിയും ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുക. ഞാനിവിടെ 2 സവാളയും 1 തക്കാളിയും 2 കിഴങ്ങും കുറച്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട്. പക്ഷേ കറി വയ്ക്കുമ്പം തൊലിയും നമ്മൾ ചെത്തി മാറ്റിയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം മൂക്കാത്തത് നോക്കിയെടുക്കണം. ഇതേ രീതിയിൽ തൊലിയെല്ലാം അങ്ങ് മാറ്റിയതിന് ശേഷം ആദ്യമേ നമ്മളിത് കഴുകിയിട്ടുണ്ടായിരുന്നു. ഇതിനെ കുഞ്ഞു പീസുകളാക്കി നമുക്ക് മുറിച്ചെടുക്കാം. ഇതുപോലെ. അതിനുശേഷം കൂടെ ഉണ്ടായിരുന്ന സവാളയും തക്കാളിയും കിഴങ്ങും അതുപോലെ പച്ചമുളകും എല്ലാം നമ്മൾ ഒന്ന് മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടിയാണ് വെക്കേണ്ടുന്നത്. അതിനകത്തേക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. എണ്ണ ചൂടായി വരുമ്പോൾ അല്പം ജീരകമിട്ട് നമുക്ക് പൊട്ടിക്കാം. ജീരകം പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ എല്ലാ സാധനങ്ങളും അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിന് മുമ്പായിട്ടൊരു ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ടില്ലാത്തവർ ഒരു അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് ഇട്ടൊന്ന് മൂപ്പിച്ചാൽ മതി. അതിനുശേഷം ഇതെല്ലാം കൂടി ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും ചേർത്തിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ. പിന്നെ ഒരല്പം മുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരല്പം മല്ലിപ്പൊടി, ഗരം മസാല. ഇത്രയും സംഭവങ്ങൾ മാത്രം മതിയാകും. ഇതെല്ലാം ഇട്ട് ഒന്ന് ഇളക്കി ചേർത്ത് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വയ്ക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ഉപ്പും മസാലയെല്ലാം എല്ലാ ഭാഗത്തും വരുന്നതായിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റിന് ശേഷം നോക്കുമ്പോൾ ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളമെല്ലാം ഇറങ്ങി, നമ്മൾ ഒഴിച്ച വെള്ളമെല്ലാം ഇറങ്ങി കറി നല്ല പാകപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ ഇതിനകത്തുള്ള കിഴങ്ങ്, തക്കാളി ഇതൊക്കെ വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റിയും അതുപോലെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുമുള്ള ഒരു പച്ചക്കറിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ വീണ്ടും പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂട്ടുകാർക്കെല്ലാം ഷെയറും ചെയ്തു കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോയിലൂടെ ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.